അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 70 രൂപ 50 രൂപയെങ്കിലും വരുന്നവരുമാണ്. മറ്റേ ഹീറ്റ് ചെയ്യിക്കാനുള്ള സാധനമൊക്കെ ഫുൾ അഴിച്ചിട്ടൊക്കെ പക്ഷേ ഒരു പ്ലഗിൽ ഹീറ്റിങ്ങേ ഇല്ലായിരുന്നു. ഇവിടെയാണോ പറഞ്ഞത്? ദാരിദ്ര്യം പൊടിഞ്ഞു പോയതാ. ഇത് ശരിക്കും അലുമിനിയത്തിന്റെ പ്രൊപ്പല്ലറാണ്. ഓക്കെ, അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാറ്റയുടെ വർക്ക്ഷോപ്പ്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സെനോൺ കൊണ്ടൊക്കെ എത്തിയേക്കുന്നത്. ഏതവസ്ഥയിലാണെന്നൊക്കെ മൈക്ക് ഓണാക്കിയായിരുന്നോ? ഓക്കെ, അപ്പം ഏതവസ്ഥയിലാണെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ എന്ത് സംഭവം വാ. അതായത് ഇവിടെ ടാറ്റയുടെ വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് പണിയുന്ന വർക്ക്ഷോപ്പാണ്. എന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള ടാറ്റയുടെ വണ്ടി മുതൽ ഇപ്പൊ ഇറങ്ങിയ പുതിയ വണ്ടി വരെ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. ഇവിടെ കുറെ വാതിക്കത്തിന് നോക്കിയാൽ കാണാം, കുറെ ഇൻഡിക്ക കിടപ്പുണ്ട്. അതുപോലെ തന്നെ സഫാരിയുടെ ഒരു ബൈക്കോർ വണ്ടി കിടപ്പുണ്ട്. പിന്നെ ഒരു സിയറ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എസ്റ്റേറ്റ് ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ ആയിരുന്നു. അത് നമ്മളൊന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പൊളിക്കാൻ കൊടുത്തത്. അപ്പൊ ശരിക്കും നമ്മളത് എല്ലാ ദിവസവും വാതിക്കൽ കൂടെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഇത് കൊടുക്കുമെന്നൊരു പ്ലാൻ നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വണ്ടി കയറ്റിയപ്പോഴാണ് പറഞ്ഞ ആളത് പൊളിക്കാൻ കൊടുത്തു. ഭയങ്കര സങ്കടമായി. എന്താന്ന് വെച്ചാൽ അതേ നമ്മുടെ സാധനം ഇവിടെ തന്നെ കിടപ്പുണ്ടോ? എന്റെ പൊന്നാവ് ഇത് നോക്കിയാ. അപ്പൊ ഇതാണ് നമ്മുടെ സെനോണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സിംഗം എന്താ പറയാനുള്ളത്? എനിക്ക് വാങ്ങിപ്പിച്ചവരെ കുറിച്ചാണ് പറയാനുള്ളത്. പമ്പ് ഇതാണ് കേട്ടോ നമ്മുടെ പമ്പിന്റെ ഇംപലറിന്റെ അവസ്ഥ. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈ പമ്പിന്റെ അവിടെ നിന്ന് ചെറിയ ഓയിൽ ലീക്ക് വെള്ളം ലീക്ക് ആയപ്പോഴത്തേക്കാണ് നമ്മളിവിടെ വന്നത്. ഇതിന്റെ ബെയറിംഗ് ആദ്യം പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉള്ളിലോട്ട് പോയിട്ട് ഈ സംഭവം ചെന്നിട്ട് ബോഡിയിൽ ടച്ചായി അങ്ങനെ ലീഫ് ഒടിഞ്ഞു പോയെന്നാ പുള്ളിക്കാരൻ പറയുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. ഇതായിരുന്നു നമ്മുടെ പഴയ ഇതിലിരുന്ന വെച്ചാൽ വാട്ടർ പമ്പ്. അതിന്റെ ഇംപലർ വന്നിട്ട് അലുമിനിയം ആയിരുന്നു. ഇതെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയ മേടിച്ചാണ്. ഇതിന്റെ ഇംപലറിന്റെ ലീഫൊക്കെ വന്നത് പ്ലാസ്റ്റിക് ആണ്. ടാറ്റയുടെ തന്നെ ഒറിജിനൽ പാർട്സ് ആണ് മേടിച്ചത്. പക്ഷെ പ്ലാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. ഇതിപ്പോൾ ബെയറിംഗ് ഔട്ടായി പോയതുകൊണ്ട് കയറി ബോഡിയിൽ ടച്ചായി അങ്ങനെ ബ്ലേഡെല്ലാം ഒടിഞ്ഞ അവസ്ഥയിലാണ്. കണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ പുതിയ സംഭവം കയറണം. പാക്കിംഗ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെയാണ് നമ്മളതിൽ പുതിയതായിട്ട് കയറ്റാൻ പോകുന്നത്. കണ്ടോ, ഫുള്ളും ഡാമേജ്. എന്തൊരവസ്ഥയാണല്ലേ. ഡാർക്ക്. അപ്പൊ നമ്മുടെ പഴയ കാറിലും അതുപോലെ തന്നെ ബൈക്കുകളിലൊക്കെ വരുന്ന ഡാഷ് ബോർഡിൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഫെയ്ഡായി പോകാറുണ്ട്. ഇപ്പോഴേ നമ്മുടെ പഴയ വണ്ടിയാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗം ഫെയ്ഡാക്കി നിൽക്കും. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. അതായത് മോട്ടോമാക്സിന്റെ ഡാഷ് ബോർഡ് പോളിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പോഞ്ചും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏകദേശം 100 മില്ലിയുടെ ടിന്നാണ്. നമുക്ക് ഏകദേശം ഒരു 2-3 തുള്ളി കൊണ്ട് ഇത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഇതിന്റെ ഒരു 2-3 ഡ്രോപ്സ് ഇപ്പൊ നമ്മുടെ ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്മൾ ടേപ്പ് ഒട്ടിച്ചിരിക്കുക ഇതിന്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ എല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കണ്ട 2 തുള്ളി കൊണ്ട് അത്രയും ഭാഗം നമ്മൾ തേച്ചിട്ടുണ്ട്. കണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇരുന്ന ഡാഷ്ബോർഡാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള DIY പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് ആണ് നമുക്ക് ആദ്യം പണി കിട്ടിയത്. ബെയറിംഗ് പോയതോടുകൂടി ഇത് എക്സെൻട്രിക്കലായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ കയറി ടച്ചായി ഒരഞ്ഞ പാടൊക്കെ ഉണ്ട് കണ്ട. അപ്പം അങ്ങനെ പോയി. പിന്നെ അതുപോലെ തന്നെ ഇത് ചെന്നു അതിൻ്റെ ഉള്ളിലെ ബോഡി ടച്ച് ചെയ്ത് അങ്ങനെ ലീഫൊക്കെ ഒടിഞ്ഞു പോയതാണ്. ഇത് ശരിക്കും അലുമിനിയത്തിൻ്റെ പ്രൊപ്പല്ലറാണ് ഇതിന് വരുന്നത്. പ്രൊപ്പല്ലറാണ് ഇംപലർ എന്നാണ് ഇംപലറാണ് വന്നിരുന്നത്. അപ്പൊ ഇത് അങ്ങനെ കയറി ടച്ചായി ഒടിഞ്ഞു പോയതാണ്. പിന്നെ നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇത് പണിയേണ്ട സംഭവം വന്നപ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു വർക്ക് നമുക്ക് ഇപ്പൊ ഇതിലെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. വാട്ടർ പമ്പാണല്ലോ ഇത്. കഴിക്കേണ്ടതായിട്ട് വന്നത് ഇതിൽ കിടന്ന് ഓടിയ ബെൽറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നേരത്തെ ബെൽറ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബെയറിംഗ് ഔട്ടായപ്പോഴത്തേക്കും ബെൽറ്റ് വന്നിട്ട് ഔട്ടായി മാറി. അപ്പൊ അങ്ങനെ ബെൽറ്റ് വന്ന് ഇതിന്റെ സൈഡിൽ ടച്ചായി ബെൽറ്റിന്റെ സൈഡൊക്കെ ഏകദേശം കട്ടായി പോയി. ഇതാണ് അവസ്ഥ. കണ്ട, നല്ല വീതിയുള്ള ബെൽറ്റ് ആയിരുന്നു. ഇതിന്റെ പകുതിയോളം
ഈ സൈഡിൽ ഒരഞ്ഞ് കട്ടായി പോയി. അത് മാത്രമല്ല, അത് പോയപ്പോഴത്തേക്കും ഇതിന്റെ അതായത് ഇതിന്റെ സെന്റർ മാറിപ്പോയി. അപ്പൊ ഇനിയിപ്പോ പുതിയ ബെൽറ്റ് ഇട്ടാലും ഇത് സെന്ററായി കിടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിടക്കുന്ന സാധനത്തിന്റെ എല്ലാത്തിന്റെ ബെയറിങ്ങിന് ഡാമേജ് വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് ചേഞ്ച് ആക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓൾട്ടർനേറ്ററിന്റെ മോട്ടറിന്റെ ബെയറിങ്ങിനും ഈ പറഞ്ഞ പോലെ ശബ്ദമുണ്ട്. അപ്പൊ അതും മാറണമെന്ന് പറയുന്നുണ്ട്. പിന്നെ AC-യുടെ അല്ലെ കംപ്രസറിന്റെ ഈ സംഭവം, അപ്പൊ ഇതിന് ചെറിയ ഇവിടെ ഒരു ചെറിയൊരു ഗിയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനും ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രൊപ്പലർ ഇമ്പലർ വന്ന് ടച്ചായി വരുന്നെന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ഇവിടെ വന്ന് തട്ടിയാണ് ഈ സാധനം പൊട്ടിപ്പോയിട്ടുള്ളത്. പിന്നെ പുതിയത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ സെറ്റാക്കി ഇറക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ഈ ടൈമിംഗ് ബെൽറ്റ് മാറിയ കൂട്ടത്തിൽ നമ്മുടെ ടൈമിങ്ങിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളത് മേൽഭാഗം ഇവിടെ ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ അവർ ക്യാമിന്റെ ഷാഫ്റ്റ് ഇതിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ വർക്കായി ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനുണ്ട്. പിന്നെ ഇത്രയും വർക്ക് ഇപ്പൊ ഇതിലുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന് ഒരു പ്ലേ ഉണ്ടായിരുന്നു. ഇതിപ്പോ നിങ്ങൾ ആരെങ്കിലും സെനോൺ എടുക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇപ്പൊ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും വരാൻ പോകണമെന്ന് അറിയില്ലായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ പുതിയതായിട്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ചില വർക്കുകൾ വരാനായിട്ട് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഈ സ്റ്റിയറിംഗ് ബോക്സിന്റെ പ്ലേ എന്നാണ്. അതായത് ഈ ഒരു മില്ലിംഗ് ഷാഫ്റ്റ് ആണ് സ്റ്റിയറിംഗ് ബോക്സിന്റെ എൻഡിൽ വന്ന് കയറി കിടക്കുന്നത്. അപ്പൊ ഈ ഒരു മില്ലിംഗ്, അതായത് ഈ ആമിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന മില്ലിങ്ങും ഷാഫ്റ്റിന്റെ മില്ലിങ്ങും ഇത് ലൂസായി കിടന്നുകൊണ്ട് ശകലം പ്ലേ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര ടൈറ്റ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ പ്ലേ ഉണ്ട്. ആ പ്ലേ നമ്മുടെ ഈ ടയറിൽ വന്നിട്ട് ഒരു 60 കിലോമീറ്റർ സ്പീഡിന് മേളിൽ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു കംപ്ലൈന്റും കൂടി ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വർക്കിന്റെ എല്ലാത്തിൻ്റെയും സംഭവം പുള്ളിക്കാരനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെയ്യേണ്ട വർക്കുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാം ഉണ്ട്. ചെക്കിംഗ് കൂളന്റ് ലീക്കേജ്, കൂളന്റ് എഞ്ചിൻ ചേഞ്ച്, ചെക്കിംഗ് സ്റ്റിയറിംഗ് ഡ്രോപ്പ് ആം, ലൂസ് ആൻഡ് എക്സസറി പ്ലേ. ഇത് നോക്കടാ, ഇതൊക്കെ ഉണ്ടോ അതേ. പക്ഷെ ഇതൊന്നും അല്ല, ഇപ്പൊ ഇതിൽ കൂടുതൽ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റായി വേറെ വർക്കുകൾ വന്നു. അപ്പൊ അതെല്ലാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പാക്കിങ് വേറെ വാങ്ങേണ്ടി വരും അല്ലേ? ഇതിന്റെ പാക്കിങ് ആണോ? പിന്നെ വേറെന്തോ പാക്കിങ് മേടിക്കേണ്ടി വരും എന്നൊക്കെ പറയാനുണ്ട്. ചിലപ്പോ അത് തന്നെ ഇടാം, അല്ലെങ്കിൽ അതാണോ? ഇതിന്റെ ആയിരിക്കും. ഓക്കെ ഔട്ട് കംപ്ലീറ്റ്ലി. മറ്റേ ആ സ്റ്റിയറിങ്ങിന്റെ അത് വല്ലതും നോക്കിയാ? പിന്നെ ആണോ? മറ്റേ മില്ലിങ്ങിന്റെ എന്തോ ആണെന്നല്ലേ പറഞ്ഞു? ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫോണ് ഇപ്പോൾ ഓഫായി പോയായിരുന്നു. അതുപോലെ തന്നെ ഇതും ഇപ്പോഴും ഓഫായി പോകുന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റില്ല. ശരിക്കും ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വീൽ സൈഡ്, എന്താ പറയുക, സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് വരുന്ന ആമിൻ്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇത് കണക്റ്റഡായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഓരോ സാധനങ്ങൾ മാറി നന്നാക്കി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സെനോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് 2.2 ഡൈ-4 എഞ്ചിനാണ് വരുന്നത്. സെനോൺ മാത്രമല്ല, ഇത് നമ്മുടെ സഫാരിക്കും അതുപോലെ സുമോ ഗ്രാൻഡിനൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ കൊണ്ടു നടക്കുന്നവർ പ്രത്യേകം അത് ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 കിലോമീറ്ററിൽ 3 രൂപ വെച്ച് നമുക്ക് മെയിൻ്റനൻസ് വരും. ഇപ്പോൾ ഈ സാധനത്തിൽ നമുക്കിപ്പോൾ ഇവിടെ നടക്കണമെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപയുടെ പണി നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളും കൂടെ വരും എന്ന് കണക്കാക്കി വേണം എടുക്കാൻ. ഓക്കെ, അപ്പം നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്താണ്, ആരെയും മടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്ന് കരുതിയിരിക്കുക, അതുകൊണ്ട് പറഞ്ഞത്. പിന്നിപ്പോൾ തിരിച്ച് കയറ്റാനുണ്ട് ഈ സാധനങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ സൈഡിൽ ക്യാം ഷാഫ്റ്റൊക്കെ അഴിച്ച് വെച്ചേക്കുവാണ്. അതിന് റീസെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് റീസെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബോൾട്ട് കട്ടായി പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അതേ കണ്ട ഈ ഒരു ബോൾട്ട് കട്ടായി ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് രണ്ടാമത് സെറ്റാക്കാനായിട്ടുണ്ട്. അപ്പം അത് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ വർക്ക് അവിടെ കഴിയും. പിന്നെ നമുക്കുള്ളത് നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ഈ വാട്ടർ പമ്പും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അതിൻ്റെ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീനെ വീണ്ടും
ഇറക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, നമ്മുടെ ആ ഹീറ്റർ പ്ലഗ് ഒക്കെ കിടക്കുന്ന അടുപ്പുണ്ട്. ഹീറ്റർ പ്ലഗിൻ്റെ ഇറക്കാണ് വന്നേക്കണം. ഇതൊക്കെ സെറ്റാക്കി ഇറക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സെനോണിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പറയാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ട്രക്കൊക്കെ എടുത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ കമൻറ്റൊക്കെ വരുന്നുണ്ട് ട്രക്കിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് പേര് ചോദിക്കും. അപ്പോൾ ഇതെടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരാമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ തന്നെ ഇതെടുക്കാൻ നേരത്തെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിലെല്ലാം വണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരാവുന്ന പണികളെക്കുറിച്ച് ആരും ചെയ്ത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ച് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇനി എടുക്കാൻ പോകുന്നവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് കൊണ്ട് ഒരു പാഠം പഠിച്ചു. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഇതാണ് അത് നോക്കിയിട്ട് ചക്ക വന്നേരം അത് കൊള്ളാമല്ലേ. ഇതിപ്പോൾ ലാഭമായില്ലേ? ഇതിപ്പോൾ ലാഭമല്ലേ. ഇപ്പോൾ ആർക്കുള്ള അത് കൊള്ളാം. ലാഭം അപ്പുറത്തും ചക്ക ഇപ്പുറത്തും. അപ്പുറത്തെ വീട്ടുകാരുടെ അവസ്ഥ ഇതെങ്ങനെ ഇപ്പുറത്ത് വന്നു? ഇത് വലിച്ചിപ്പുറത്തിട്ടോ, ചെറുപ്പത്തിലെ ഇങ്ങോട്ട് ഇട്ടോ. അത് വേണ്ട, അത് കളറായി കേട്ടോ. കണ്ടിട്ടില്ല. അപ്പുറത്തെ വീട്ടുകാരുടെ ലാഭമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെനോണിൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കണം. ഇറക്കുമ്പം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇത് നല്ല ദിനം ആശംസിക്കുന്നു. കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ പറ്റാത്തത് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.